നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. തൊഴിലാളിയുടെയും തൊഴിലുടമയുടെയും അവകാശങ്ങൾ തുല്യമായി കൊണ്ടുപോകുന്നതിൽ UAE ഭരണകൂടം പ്രത്യേകം ശ്രദ്ധ ചെലുത്താറുണ്ട്. ഇതിന്റെ ഭാഗമായി ചില നിർദ്ദേശങ്ങളും മാറ്റങ്ങളും ഒക്കെ അധികൃതർ വരുത്താറുമുണ്ട്. അത്തരത്തിൽ തൊഴിൽ കരാറ് പോലും ഇരു കൂട്ടരുടെയും പരസ്പര സമ്മതപ്രകാരമാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത്. എന്നിരിക്കെ ഇപ്പോൾ UAE തൊഴിൽ വിസ ഇനി 2 നിന്ന് 3 വർഷത്തേക്ക് ആക്കിയിരിക്കുകയാണ്. തൊഴിലുടമകൾക്ക് അധിക സാമ്പത്തിക ബാധ്യതയാവുന്നതിനാലാണ് രാജ്യത്ത് തൊഴിൽ പെർമിറ്റ് കാലാവധി 2 നിന്ന് 3 വർഷത്തേക്ക് ഉയർത്തണമെന്ന പാർലമെന്ററി കമ്മിറ്റി ശുപാർശ ഫെഡറൽ നാഷണൽ കൗൺസിൽ അംഗീകരിച്ചത്. ഇതോടെ പുതുക്കുന്ന വിസകൾക്ക് ഈ കാലാവധി ലഭിക്കും. തൊഴിൽ പരിശീലന കാലത്ത് ജോലി ഉപേക്ഷിക്കുന്നുവെങ്കിൽ തൊഴിലുടമയെ 1 മാസം മുൻപെങ്കിലും അറിയിക്കും വിധം നിയമ ഭേദഗതിയും ആവശ്യപ്പെടുന്നുണ്ട്. തൊഴിലാളിയുടെ വിസ കാലാവധി കുറയുന്നത് തൊഴിലുടമകൾക്ക് നഷ്ടമാണ്. തൊഴിൽ ഉപേക്ഷിക്കുന്ന വ്യക്തിക്ക് പകരം നിയമനം നടത്താൻ നിലവിലുള്ള 14 മാസം മതിയാകില്ല. അതുകൊണ്ട് ഈ കാലാവധി 3 മാസം വരെയെങ്കിലും വേണമെന്നാണ് FNCയിൽ ഉയർന്ന നിർദ്ദേശം. തൊഴിൽ പരിശീലന ഘട്ടവും കടന്ന് 1 വർഷം പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ മാത്രം പുതിയ സ്പോൺസറുടെ കീഴിലേക്ക് മാറാവുന്ന വിധത്തിലുള്ള വ്യവസ്ഥ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. പ്രവേശൻ സമയത്തിന് ശേഷം കുറഞ്ഞത് 1 വർഷമെങ്കിലും അതേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് നിർബന്ധമാക്കണമെന്ന ശുപാർശയും പാർലമെന്റ് അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ തൊഴിൽ ദാതാവിന്റെ സമ്മതമുണ്ടെങ്കിൽ 1 വർഷത്തിന് മുൻപ് ജോലി മാറുന്നതിന് തടസ്സമുണ്ടാകില്ല. മുന്നറിയിപ്പില്ലാതെ തൊഴിൽ ഉപേക്ഷിക്കുകയോ തൊഴിലുടമയ്ക്ക് നഷ്ടം വരുത്തുകയോ ചെയ്താൽ മടക്കയാത്ര, വിമാന ടിക്കറ്റ് അടക്കമുള്ള ചെലവ് വഹിക്കേണ്ടെന്നും ശുപാർശയിൽ പറയുന്നുണ്ട്. തൊഴിലാളി മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറുമ്പോൾ പുതിയ തൊഴിലുടമയിൽ നിന്ന് വർക്ക് പെർമിറ്റിന് മാനവ വിഭവ സ്വദേശിവത്കരണ മന്ത്രാലയം അധിക നിരക്ക് ഈടാക്കരുത്. സ്വദേശി സംരംഭകർക്ക് സഹായകമാകുന്ന കാര്യങ്ങളും പാർലമെന്റ് സമിതി റിപ്പോർട്ടിലുണ്ട്. അതേസമയം തൊഴിലുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങളിൽ മാനവ വിഭവശേഷി സ്വദേശിവത്കരണ മന്ത്രാലയം ഇതിനോടകം 72,000 പരിശോധനകൾ രാജ്യത്ത് നടത്തിയതായി പാർലമെന്റിനെ അറിയിച്ചിട്ടുണ്ട്. വ്യാജ സ്വദേശിവത്കരണം സംശയിക്കുന്ന 2300 കേസുകളും കണ്ടെത്തിയിട്ടുണ്ട്. വ്യാജ സ്വദേശിവത്കരണം എന്ന് തെളിഞ്ഞ 430 എണ്ണം പബ്ലിക് പ്രോസിക്യൂഷന് വിട്ടിട്ടുണ്ട്. സ്വദേശിവത്കരണ നയങ്ങൾ ലംഘിച്ചതിന്റെ പേരിൽ 20 സ്ഥാപനങ്ങൾ വിചാരണ ഇപ്പോഴും നേരിടുകയാണ്. 296 സ്വദേശികളെ ആൾമാറാട്ടം നടത്തിയതിന് സ്ഥാപന ഉടമയ്ക്കും മാനേജർക്കും തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.